നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വര നടന്ന ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ നമ്മോടൊപ്പം ഒരു കാലത്ത് മലയാള സിനിമയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ എല്ലാം സംവിധായകനായ ശ്രീ ഭരതൻ എന്ന സംവിധായകനെ മലയാളത്തിന് സമ്മാനിച്ച ഒരു നിർമ്മിതാവാണ് ഇന്ന് ജയൻ സ്മരണയിൽ നമ്മോടൊപ്പം. ഭരതൻ്റെ ആദ്യ ചിത്രമായ പ്രയാണം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ശ്രീ താജ് ബഷീർ സാറാണ് ഇന്ന് ജയൻ സ്മരണയിൽ. സ്വാഗതം. നമസ്കാരം. ഞാൻ താജ് ബഷീർ. ഡി ഫോർമാൻ ഫിലിം ക്ലബിന് വേണ്ടിയിട്ട് ജയൻ സ്മരണകൾ എന്ന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുന്നു. ജയനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ഒരു ശക്തനായിട്ടുള്ള ഒരു നായകൻ, നമ്മൾ സാധാരണ കാണുന്ന നായകന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ. ജയൻ മലയാളികളുടെ ഒരു വികാരമാണ്. ഒരു തലമുറയുടെ ഏറ്റവും വലിയ ആരാധനാ പാത്രമാവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. കാരണം നമ്മൾ അന്ന് വരെ കണ്ടിരുന്ന ആക്ഷൻ ഹീറോകളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ശാരീരിക ഘടനയുള്ള, ശരിക്കും നന്നായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നായകൻ. അദ്ദേഹം, അതിന് ഞാൻ കാണുന്ന കാരണം, അദ്ദേഹം നേവിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം ആ ഒരു മിലിറ്ററി ട്രെയിനിങ് അദ്ദേഹത്തിന് കിട്ടിയത് കാരണം അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു. ശരീരത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത്, ശരീരം ഇത്രയധികം ശ്രദ്ധയോടുകൂടി ദിവസവും എക്സസൈസ് ചെയ്ത് സൂക്ഷിച്ച ഒരു മനുഷ്യനാണ് ജയൻ. അപ്പം അത് ജയന് വലിയൊരു ഗുണകരമായി മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന അല്പം കുടവയറൊക്കെയുള്ള നായകന്മാർ ഒഴിവാക്കിക്കൊണ്ട് ഒരു ശരിക്കും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള ലെവലിലേക്ക് ജയൻ കടന്നു വന്നപ്പോൾ മലയാളിക്കത് ഒരു പുതിയ അനുഭവമായിട്ട്. ജയൻ ആദ്യമായിട്ട് ഞാൻ ജയൻ്റെ കാണുന്നത് ശാപമോക്ഷം എന്ന് പറയുന്ന ഫിലിമിലാണ്. അദ്ദേഹം അതിൻ്റെ അകത്തൊരു പാട്ട് സീനിൽ മാത്രമേ ആക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു പാട്ട് സീനിൽ തന്നെയും പുള്ളിയുടെ മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ നല്ല ശരീരമൊക്കെ ഒതുക്കിയിട്ട് ഷർട്ടൊക്കെ ഇൻസർട്ട് ചെയ്ത് പാൻറ്റൊക്കെ ഇട്ട് മയക്ക് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ചെറുപ്പക്കാരനെ അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. അവിടെ നിന്നാണ് ജയൻ വളരുന്നത് പിന്നീട്. പക്ഷേ ആ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അപ്പം മലയാളികൾ എങ്ങനെയാണ് ജയനെ സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാർക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു റിസപ്ഷനാണ് ജയന് കിട്ടിയത്. പലരും വന്നിട്ട്, പ്രസിദ്ധ താരങ്ങളൊക്കെ വന്ന് കുറേയധികം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് ഈ താര പദവി കിട്ടുന്നത്. പക്ഷേ ജയന് കിട്ടിയ പടങ്ങളൊക്കെ വളരെ 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 ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളുള്ള പടങ്ങളായിരുന്നു. അതിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപ്പഞ്ചരം എന്ന് പറഞ്ഞ സിനിമയാണ്. ശരപ്പഞ്ചരത്തിൽ ജയൻ്റെ ആ കുതിരയെ നോക്കുന്ന ജോലിക്കാരനായിട്ട് വന്ന കഥാപാത്രം ശരിക്കും അതിലെ നായികയായിട്ടുള്ള ഷീലെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ശരീരഘടനയുള്ള കഥാപാത്രം തന്നെയായിരുന്നു. അതാണ് ശരപ്പഞ്ചരത്തിൻ്റെ വിജയത്തിന് തന്നെ കാരണം. ആ ജയൻ എന്നുള്ള ആ നായകൻ ആ സിനിമയിൽ വന്നത് കാരണം. പക്ഷെ നായകനാണെന്ന് പറയുമ്പോഴും അതിനൊരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ്. പക്ഷേ ആ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെ പോലും നമുക്ക് ഒരു ആരാധന തോന്നുന്ന വിധത്തിലേക്ക് ജയൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ജയൻ്റെ വിജയം. പിന്നെ ഏതോ ഒരു സ്വപ്നം എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പടത്തിലെ കഥാപാത്രം, പിന്നെ വെള്ളായണി പരമു, പിന്നെ വന്നിട്ടുള്ള വടക്കൻ പാട്ടുകളുടെ അകത്ത് തന്നെ വന്നിട്ടുള്ള സൈഡി ക്യാരക്ടേഴ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്ങാടി എന്ന് പറയുന്ന പടത്തിനകത്താണ് പുള്ളി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തൊരു പടമാണ് അങ്ങാടി.
കാരണം ഒരു ചുമട്ടുതൊഴിലാളിയായിട്ട് വന്ന് ഇംഗ്ലീഷിൽ ഡയലോഗ് പറഞ്ഞ് എല്ലാവരും അടിച്ചമർത്തുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നപ്പോൾ ജയൻ്റെ ഒരു ആരാധകർക്കിടയിൽ വരുന്ന ഒരു സ്ഥാനം വളരെയധികം ഉയർന്നു. അങ്ങനെയാണ് ഇത്തരം നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് ജയൻ മുമ്പിലേക്ക് വന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയനും പ്രേം നസീറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആ കാലത്ത് വന്നു. അങ്ങനെ ഇരുമ്പഴികൾ എന്ന് പറഞ്ഞ ചിത്രം, കരിപുരണ്ട ജീവിതങ്ങൾ, പിന്നെ നായാട്ട്, ഇതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നായാട്ടാണ്. അപ്പം ശ്രീമരൻ നമ്പ്യാനെ പറ്റി ഒരിക്കൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു നടൻ, പ്രേം നസീർ അല്ലാതെ വേറൊരു നടൻ ആ ഒരു സൈഡി ക്യാരക്ടർ, അതായത് ഒരു സെക്കൻഡറി ക്യാരക്ടർ ചെയ്യാനായിട്ട് മലയാള സിനിമയിൽ തയ്യാറാകുമായിരുന്നില്ല. കാരണം പ്രേം നസീറിൻ്റെ അത്രയും ഉയർച്ചയുള്ളൊരു നടനാണ്. ജയൻ മുഖ്യ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ആ പോലീസ് ഓഫീസർ കസേരയെ ചവിട്ടുമ്പോൾ നിലത്ത് വീഴാൻ സഹായിക്കാൻ പറ്റിയ രീതിയിൽ അഭിനയിച്ചത്. പക്ഷേ അത് നിലത്ത് വീഴാനായിട്ട് പ്രേം നസീർ സമ്മതിച്ച് തന്നെ ജയനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ്. പ്രേം നസീറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ജയൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം നസീറിന് ഭയങ്കര അധികം ഇഷ്ടമാണ്. കാരണം ഈ വളരെ ഡിസിപ്ലിൻഡാണ് ജയൻ. അപ്പോൾ പ്രേം നസീറിന് എപ്പോഴും ഈ അച്ചടക്കമുള്ള ആൾക്കാരെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ജയനാണെങ്കിലും വളരെ പങ്ക്ച്വലാണ്, കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ തല ഇടാറില്ല. പിന്നെ ചെയ്യുന്ന വേഷങ്ങളോട് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അത് ചെയ്തു തീർക്കും. ഇപ്പം പ്രേം നസീർ അതുകൊണ്ട് ജയനെ കൂടുതൽ വന്ന കാലം മുതൽ തന്നെ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടപ്പുമുറി വരെ സ്വാതന്ത്ര്യമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു നടനേ ഉണ്ടായിരുന്നുള്ളൂ, അത് ജയനായിരുന്നു. അപ്പം ഈ കൃഷ്ണനായർ ഇപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കും, ഈ കൃഷ്ണനായരോട് ഇത്രയും അധികം സ്നേഹം കാണിക്കുന്നത് എന്താണ്. അപ്പം മറ്റ് പലരും എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത വിഗ് ഊരി എറിയുക, ഷൂ ഊരി എറിയുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പുള്ളിക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടുന്നത്. അതേസമയം ജയൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ജയൻ ഇത്രയും പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റ് പോലെയാണ് ജയൻ്റെ വളർച്ച മലയാള സിനിമയിലേക്ക് വന്നിട്ട് അപ്പം നമുക്ക് തോന്നി പലരും ജയൻ്റെ മുമ്പിൽ നിഷ്പ്രഭമായിട്ട് പോയി. സുകുമാരനെ പോലുള്ള ആൾക്കാർ, രാഘവനെ പോലുള്ള ആൾക്കാർ, സുധീറിനെ പോലുള്ളവർ, ഇവരെല്ലാം പെട്ടെന്ന് തന്നെ വളരെ പ്രസിദ്ധിയിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ജയൻ്റെ കടന്നു വരവോടുകൂടി ഇവരെല്ലാം സൈഡിലേക്ക് പോയി. അവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല വേഷം കിട്ടാതെ പോയി. എൻ്റെ ഒരു തോന്നലിൽ ജയൻ മരിക്കാതിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും പോലും പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടേ സിനിമയിലേക്ക് വരുവുള്ളായിരുന്നു. കാരണം അത്രയ്ക്കായിരുന്നു ജയൻ്റെ പ്രഭാവം. അപ്പോൾ ആ ജയൻ അത്തരം ചിത്രങ്ങൾ ചെയ്യുകയും ജയൻ മലയാളിയുടെ മനസ്സിലേക്ക് ഒരു പുതിയ ഇമേജ്, അത് നമ്മൾ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഇമേജായിരുന്നു അത് ഏറ്റവും അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ജയൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു ഭംഗിയാണ്. എന്ന് വെച്ചാൽ ആ മുഖം ഈ ആക്ഷൻ ഹീറോ ആണെങ്കിൽ കൂടിയും ഒരു ചെറിയൊരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മുഖഭാവമാണ് ജയൻ്റെ പുഞ്ചിരിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ജയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വില്ലനായിട്ടോ അതല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മോശം ഇമേജ് വരുന്ന രീതിയിലുള്ള ഒരു ആക്ഷനോ ആ മുഖത്ത് ആ ഭാവമൊന്നും വരാറില്ല. ജയൻ്റെ മിക്ക പടങ്ങൾ നോക്കിയാലും അറിയാം അതുപോലെ ജയൻ്റെ പ്രത്യേക സ്റ്റൈലിലുള്ള സംഭാഷണ രീതി അത് എത്രയോ പേര് അനുകരിച്ചിട്ടുണ്ടെന്നറിയാം. മമ്മൂട്ടി പോലും ഒരു സമയത്ത് ജയനെ പോലെയൊക്കെ ആ ഡയലോഗ് പറയാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ മിമിക്രി ആൾക്കാരാണ് ആ ജയൻ്റെ ഡയലോഗിനെ വലിച്ചു നീട്ടിയിട്ട് അദ്ദേഹം വളരെ രസകരമായിട്ട് നല്ല ടൈമിങ്ങോട് പറഞ്ഞ ആ ഡയലോഗുകളെ പിന്നീട് വലിച്ചു നീട്ടി റബ്ബർ പോലെ വലിച്ചു നീട്ടിയിട്ട് അതിനെ ഒരു അപഹാസ്യമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മലയാളികൾക്കുള്ളൊരു വലിയ കുഴപ്പമാണ്. അവർക്ക് നമ്മുടെ കലാകാരന്മാർ ശരിക്കും അംഗീകരിക്കാനോ അവരുടെ മെറിറ്റുകളെ കാണാനോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അവരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉയർത്തിക്കാട്ടും. പക്ഷേ അവരിലുള്ള നന്മകളും അവർക്കുള്ള കഴിവുകളെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തിക്കെട്ടും, അതല്ലെങ്കിൽ അംഗീകരിക്കില്ല. പക്ഷെ അതാണ് ജയന് പക്ഷേ ഇതിൽ നിന്നൊക്കെ ജയൻ മോചിതനായിരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ജയന് വലിയ കഴിവുകളൊന്നും കാണിക്കാനുള്ള പടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ പടങ്ങൾ പുള്ളി വളരെ രസകരമായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നന്നായിട്ടത് പ്രസൻറ്റ് ചെയ്തു. അതുകൊണ്ടാണ്
മരിച്ച് ഇത്രയും വർഷമായിട്ടും ജയൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു വലിയൊരു നമ്മളൊരു ആരാധനയോടുകൂടി അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ജയനെ ആദ്യമായിട്ട് കാണുന്നത് കൊല്ലത്ത് വെച്ചിട്ട് ഒരു ലോഡ്ജിൽ വെച്ചിട്ടാണ്. അന്ന് അദ്ദേഹം അത്ര വലിയ പ്രസിദ്ധനായിട്ടുള്ള നടനൊന്നും ആയില്ല, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അന്ന് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഏജൻസി എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പം കൊല്ലത്ത് എനിക്ക് ഈ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇൻസ്പെക്ഷനായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രസ് ക്ലബിനടുത്തുള്ളൊരു ഒരു ലോഡ്ജിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പലപ്പോഴും ജയനായിട്ട് കാണാനും എനിക്ക് സംസാരിക്കാനും പറ്റിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ജയനുമായിട്ട് കൂടുതൽ കാണാനായിട്ട് എനിക്കൊരു സാഹചര്യമുണ്ട്. ഞാൻ ജയനിൻ്റെ കൂടെ കൂടുതൽ പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. ഞാൻ 1978 എനിക്ക് ജോലി കിട്ടുകയും പിന്നെ ഞാനൊരു 18 വർഷത്തോളം ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് സർക്കാരിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത കാരണം എനിക്കുള്ള സിനിമാ ബന്ധങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഒപ്പം തന്നെ എനിക്ക് കിട്ടാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത്. പക്ഷേ അതിലൊന്നും പ്രയാസമൊന്നും തോന്നാറില്ല. കാരണം വെച്ചാൽ നല്ലൊരു ജോലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട്, അതിൻ്റെ ചാരിതാർത്ഥ്യം ഉള്ളതുകൊണ്ട് എനിക്ക് ബാക്കി വന്ന നഷ്ടങ്ങളെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ജയനെ പിന്നെ കൂടുതലായിട്ട് ജയനെ കാണാൻ പറ്റില്ല. പിന്നെ ജയനെ പറ്റിയിട്ട് കിട്ടിയ അറിവുകൾ എന്ന് പറയുന്നത് പ്രേം നസീർ അദ്ദേഹം ഇളയച്ചനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പം പ്രേം നസീർ പലപ്പോഴും ജയനോട് പറഞ്ഞിട്ടുണ്ട്, ജയൻ റിസ്ക് എടുത്ത് അഭിനയിക്കരുത്, കാരണം താങ്കളെ വിശ്വസിച്ചിട്ട് അനേകം പ്രൊഡ്യൂസേഴ്സ് അനേക ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം ജയനൊരു ചിത്രത്തിൽ ഒരു ആനയുടെ കൊമ്പിൽ കയറി പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ പ്രേം നസീർ ഒരുപാട് വഴക്ക് പറഞ്ഞു. കാരണം അത് വഴക്ക് പറയാൻ കാരണം ഈ ആന 2-3 പ്രാവശ്യം ഇദ്ദേഹത്തിന് കുത്തി. ഭാഗ്യം കൊണ്ട് ഇദ്ദേഹം നിലത്ത് വീണ് ഇദ്ദേഹം ഉരുണ്ട് മാറിയതുകൊണ്ട് കുത്തുകൊണ്ടില്ല, ഇല്ലെങ്കിൽ അന്ന് തന്നെ ജയൻ മരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് പ്രേം നസീർ പറഞ്ഞു, ജയൻ ഇങ്ങനെയുള്ള ആക്ഷൻ സീനുകളൊന്നും ചെയ്യരുത്. ജയനിപ്പോൾ ചിരിച്ചു കളയും ഇത്. കാരണം ആ യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പും ആ യുവത്വത്തിൻ്റെ ഒരു എടുത്തുചാട്ടവും പുള്ളിയിലുണ്ടായിരുന്നു. അതുപോലെയാണ് ഇതൊരു പടത്തിൽ ഒരു കസ്റ്റംസ് ഓഫീസറായിട്ട് പുള്ളി ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കപ്പലിൻ്റെ ക്രെയിനിൽ കയറി തൂങ്ങിക്കിടന്നു. ഇത് തൂങ്ങിയിട്ട് ഇത് ഡെക്കിൽ വല്ലതും കൈവിട്ട് വീണ് കഴിഞ്ഞാൽ പുള്ളി പിന്നെ കുറേ കാലത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല. അത് കാരണം നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് ഏതെങ്കിലും ഒരു തരത്തിലൊരു യന്ത്ര തകരാറ് വരികയോ അതല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് സംഭവിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പ്രേം നസീർ ഓരോ സമയവും ജയനെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പം പുള്ളി പറയും, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് തന്നെ നിന്നിൽ പണം മുടക്കിയിട്ടുള്ള 5, 6, 8, 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതം തകർന്നു പോകും. ഒരാൾ കാരണം അത് വരാൻ പാടില്ല. ഒന്ന് കാലോ കയ്യോ ഒടിഞ്ഞു കിടന്നാൽ പോലും അത്രയും ദിവസത്തെ ഷൂട്ട് മുടങ്ങുകയാണെങ്കിൽ അത്രയും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവും. അപ്പം സിനിമ എന്ന് പറയുന്നത് തന്നെ ഓരോ നിമിഷത്തിനും വിലയുള്ളതാണ് സിനിമ. കാരണം ഇത് മുഴുവൻ പണം മുടക്കിയിട്ടുള്ളതാണ്. അപ്പം ഈ പണം മുടക്കിയിരിക്കുന്നത് നമ്മൾ വിചാരിക്കും എല്ലാവരും വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നാണ് സിനിമ എടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇത് മാർവാടിയുടെ മുമ്പിൽ പോയി മാർവാടി എടുത്ത് ഇതിനാളുടെ ഡേറ്റ് ഉണ്ട്, ഇതുപോലെ ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ആർട്ടിസ്റ്റാണെന്ന് പറയുമ്പോഴാണ് അവർ കാശ് കൊടുക്കുന്നത്. അപ്പം താരമൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫിനാൻഷ്യർ അതിനകത്ത് പണം മുടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രേം നസീർ പലപ്പോഴും ജയനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ജയൻ എവിടെയോ അത് കാര്യഗൗരവമായിട്ട് എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം ഈ കോളിളക്കം എന്ന് പറയുന്ന പടത്തിനകത്ത് ഇങ്ങനൊരു അവസാനത്തിൽ പോയി എത്തിയത്. കാരണം ഒരാൾ ബൈക്ക് ഓടിക്കുന്ന ഒരാളുടെ പിറകിൽ നിന്നിട്ടാണ് അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നത്. ഈ ബൈക്ക് ഓടിക്കുന്ന ആളുടെ സ്പീഡ്, ഈ ഹെലികോപ്റ്ററിൻ്റെ സ്പീഡ്, ഇതെല്ലാം കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് പിടി കിട്ടില്ല. അത് ഒന്ന് പിടി കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നേരെ നിലത്ത് വീഴും. ഇനി ജയന് പിടികിട്ടിയിട്ട് തന്നെ പുള്ളി അതിനകത്ത് തൂങ്ങിക്കിടക്കായിരുന്നു. തൂങ്ങിക്കിടന്ന് അദ്ദേഹം 2 കാലും കൊണ്ട് ഹെലികോപ്റ്ററിൻ്റെ മെയിൻ ബീമിൽ കൊരുത്ത് കിടന്നിട്ടും സംഭവിച്ചെന്താണ്, ആ പൈലറ്റിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വെയിറ്റ് തൂങ്ങുകയും ഈ പ്ലെയിന് നേരെ താഴേക്ക് വരികയും ചെയ്യുക. ആ ഹെലികോപ്റ്റർ താഴോട്ട് വന്ന് ദേഹം ആദ്യം ഇടിക്കുന്നത് നടുവാണ് ഇടിക്കുന്നത്, പിന്നെ തലയിടിച്ചു.
അപ്പം ഇതൊന്ന് ആലോചിച്ച് നോക്കിയ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അന്ത്യമല്ലേ ജയൻ വന്നത്. കാര്യം നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് നുറുങ്ങി വേദന സഹിച്ച് മരിക്കുക എന്ന് പറയുന്നത് ആരെക്കൊണ്ടും അത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പ്രേം നസീറിന് ഭയങ്കര വിഷമമായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്തും ജയൻ്റെ ബ്രീഫ് കേസ് പ്രേം നസീറിൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു, കുറേ കാശുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നീടാണ് അദ്ദേഹം വീട്ടിൽ വന്ന് കൊല്ലത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ജയൻ കേട്ടിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. എങ്കിൽ നമുക്ക് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു ആക്ഷൻ ഹീറോ, നമുക്ക് കുറേ കാലം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. നമുക്ക് പെല്ലിസ പോലെയുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, അങ്ങാടി, ഈവൻ അദ്ദേഹം പടയോട്ടം, എത്ര സിനിമകളിൽ അദ്ദേഹത്തിന് നമുക്ക് വീണ്ടും കാണാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക സൗകുമാര്യവും അദ്ദേഹത്തിൻ്റെ ചടുലതയും ആക്ഷനിലുള്ള വ്യക്തതയും ഒക്കെ പിന്നീട് വന്ന ഒരു ആർട്ടിസ്റ്റിനും നമ്മൾ കണ്ടില്ല. പക്ഷേ അത് മലയാളത്തിൻ്റെ നിർഭാഗ്യം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു, മലയാളികളുടെ നിർഭാഗ്യം. അത് അദ്ദേഹത്തിന് കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നല്ല ആക്ഷൻ ചിത്രങ്ങൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വളരെ വളരെ നല്ല ആക്ഷൻ ചിത്രങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ കാലം ഒരുപാട് നമ്മൾ പറയും കാലം അങ്ങനെയാണ്, മരണം വരുന്നതും അതുപോലെയാണ്. മരണം വിരുന്ന് വിളിക്കാത്തൊരു കോമാളിയാണ് മരണം എന്നാരോ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ, ഒരുപാട് കാലം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു നടൻ, നമ്മളൊരുപാട് സ്നേഹിച്ചൊരു നടൻ മലയാള സിനിമയ്ക്ക് നഷ്ടമായി പോയി എന്നുള്ള ഓർക്കുമ്പോൾ ജയൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളോടും കൂടി ഞാൻ ഇവിടെ പറയുന്നു.